സാർ, പുള്ളി ഒരു പരാതി റിപ്പോർട്ട് ചെയ്യാൻ വന്ന. എന്ത് പരാതി പറഞ്ഞോ? സാറേ, ഞാനൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ വന്ന. കൊലപാതകോ? ആരുടെ കൊലപാതകം? അല്ല, അത് ഇയാൾ ആദ്യമേ ആ തെസയുണ്ട്. അല്ല സാറേ, ഇത് ആള് കുറച്ച് ഫേമസ് പത്രക്കാരും ചാനലുകാരും. ഇയാളൊരു മർഡർ റിപ്പോർട്ട് ചെയ്യാൻ വന്ന. സാറിനോട് ചോദിച്ചിട്ട് എഴുതാൻ വിചാരിച്ചു. സമാധാനമില്ല, ദിനേശ് സാറിനോട് പറ. പേടിക്കണ്ട. ആരാ മരിച്ചത്? ആരാ മരിച്ചതെന്ന്? അത് രാഗിണി. രാഗിണിയോ? അതാരാ? രാഗിണി എൻ്റെ പൂച്ചയാണ് സർ. ഇന്നലെ തൊട്ട് കാണാനില്ല. താഴത്തെ വീട്ടിലൊരു കുരുത്തം കെട്ട ചെക്കനുണ്ട്. അവൻ കൊന്നാണെന്ന് തോന്നുന്നു. പൂച്ചയോ? ഡോ, ഇത് മൃഗാശുപത്രി അല്ല, പോലീസ് സ്റ്റേഷനാ. പൂച്ചയെ പിടിക്കുന്നല്ല നമ്മളെ പണി. നീ കൊലപാതകം കണ്ട? ഞാനെങ്ങനെ കാണാനാ സർ? സാറേ, ഇത് കിളിപോയ കേസാണെന്ന് തോന്നുന്നു. നിന്റെ പൂച്ചയെ ഞാൻ കണ്ടുപിടിച്ചു തരാം. വാ. സാർ ഈ വട്ടന്റെ വാക്ക് കേട്ട് പോവുകയാണോ? അഡ്രസ് എന്താന്ന് പറഞ്ഞു? സെന്റ് ജോൺസ് ചർച്ചിനടുത്തുള്ള റോസ് സ്ട്രീറ്റ്. എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? എത്ര നേരമായി വിളിക്കുന്നു? രാവിലെ പോരുമ്പോൾ പറഞ്ഞതല്ലേ അച്ഛനുമേയും വരും, ലഞ്ചിന് വരണമെന്ന്. മോളെ, കുറച്ച് തിരക്കായി പോയി. ഓ, നാട്ടിൽ വേറെ പോലീസുകാരൊന്നുമില്ലല്ലോ. അത് നിന്നോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ. ഞാൻ നിനക്കറിയാം എനിക്കതിന് കഴിയില്ല. അച്ഛനും അമ്മയും വളരെ സങ്കടപ്പെട്ടാ പോയത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസ് ആയതുകൊണ്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് അച്ഛനമ്മയെ പോയി കാണാം, പോരെ? ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. നീ ഇപ്പോൾ പോ. ഇതൊന്നും തീർത്തിട്ട് ഞാൻ വേഗം വരാം. എന്നിട്ട് ഡിന്നറിന് പോവാം. ഓക്കെ? ഹലോ മാഡം. എന്ത് കേസാ? വളരെ ഇമ്പോർട്ടന്റ് കേസാന്ന് പറഞ്ഞു. ഒരു മർഡർ കേസാ. ഓ, ആരുടെ? ഒരു പൂച്ചയുടെ. പൂച്ചയുടെയോ? എന്താണ് നിന്റെ പൂച്ചയുടെ കളർ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് നിനക്കെങ്ങനെ അറിയാം? ബാക്കിയുള്ളവർ പറഞ്ഞറിയാം സർ. കണ്ണ് കാണാത്ത നിനക്കെന്തിനാടാ എമർജൻസി ലാമ്പ്? സാറേ, ഇത് പള്ളി വക വീടാ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വന്നപ്പോഴേ ഉണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്കാണ് താമസം? അല്ല സർ. പിന്നെ രാഗിണിയുണ്ട്. അവളെ ഒന്ന് കണ്ടുപിടിച്ച് തരാനാ ഞാൻ സാറിൻ്റെ അടുത്തോട്ട് വന്നത്. പക്ഷേ സാറ് ചോദ്യം ചെയ്യൽ മുഴുവൻ എന്നെയാണല്ലോ.
ഇത് ഇന്നത്തെ പേപ്പറാണല്ലോ. ഏ ആ, അത് എനിക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആള് വരുത്തിക്കൊണ്ടിരുന്നതാ. ഞാനായിട്ട് നിർത്തിക്കാൻ പോയില്ല. ഞാനത് രാഗിണിയുടെ അപ്പി കോരാനാണ് ഉപയോഗിക്കുന്ന. അപ്പൊ ഇത് കളിച്ചു തരാം. കളിയോ? എന്ത് കളി? എടാ ഈ ക്രോസ് ബോർഡ് കളിച്ചു തരാന്ന്. ഓ, അത് എൻ്റെ ഗേൾ ഫ്രണ്ട് ചെയ്തു വെച്ചിട്ട് പോയതായിരിക്കും. എന്താ അത്? എന്താ ശബ്ദം? എന്താ സർ പറ്റിയ? ഞാൻ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവനാണ്. എന്താ സാർ പ്രശ്നം? ഒന്നുമില്ല. ഇങ്ങോട്ടൊരു കള്ളനോടി കയറി തപ്പി ഇറങ്ങിയതാ. എന്താടാ? ആ ഫാദർ ഇരിക്കേ. ആ ദിനേശ്, ആ പിയാനോ പ്ലെയർക്ക് കണ്ണ് കാണലെന്ന് ഉറപ്പാണോ? ആർക്ക് അറിയിക്കോ? ആ അതെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവനൊരു മർഡർ കണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്നിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ. എന്നെ കണ്ടപ്പോൾ ഏതോ പൂച്ചയുടെ മർഡറാന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. ഐ തിങ്ക് വി മേഡ് എ ബിഗ് മിസ്റ്റേക്ക്. അവനൊരു അന്ധനല്ലെങ്കിൽ ഹീസ് എ പ്രൈം വിറ്റ്നസ്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഴയകാല നടൻ ഉദയകുമാർ ഇന്നലെ രാത്രി വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. കണ്ടെയ്നർ ടെർമിനൽ റോഡിന് സമീപത്തുള്ള പിഴലപ്പാട്ടിന് താഴെ അദ്ദേഹത്തിന്റെ കാറും കണ്ടെത്തിയിരിക്കുന്നു. മുഴുവൻ കാല സിനിമാ അഭിനയം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കുറച്ചു കാലമായി കേന്ദ്രീകരിക്കുന്നതായി ഭാര്യ സിമി നമ്മോട് പ്രതികരിക്കുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് പർപ്പിൾ നിറമുള്ള പെട്ടിയിൽ 1 കോടി രൂപയുമായി ഒരു ഡീലിന് വേണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് പോയെന്നാണ് ഭാര്യ സിമിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. നാളെ എനിക്കൊരു ഓട്ടോ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വാസന അങ്ങോട്ട് പറഞ്ഞോളാം പോരെ? ഈ വാച്ച് ഉദയകുമാർ സാറിൻ്റെ ആണോ? അതെ, ഡാഡിക്ക് ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. ഇറ്റ്സ് ഓക്കെ. ഇത് എവിടുന്ന് കിട്ടി സർ? പറയാം. അവനെ വിളിച്ച സാർ അവനെ വിളിക്കേ. ഇയാളെ പരിചയമുണ്ടോ? സതീഷ് അങ്കിൾ ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു. ഈ വാച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? ഇല്ല മോളെ, എനിക്കൊന്നും അറിയില്ല. ഇവരാണ് ആ കള്ളക്കഥയൊക്കെ ഉണ്ടാക്കിയത്. ഇവരാണ് ആ വാച്ച് എന്റെ കാര്യം കൊണ്ടുവച്ചത്. ഉദയകുമാർ സാറിന്റെ ഫോൺ മിസ്സായപ്പോൾ ഞങ്ങൾ പുള്ളിയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും അവസാനം സംസാരിച്ചത് ഇയാളുമായിട്ടാണ്. പിന്നെ ഇത്രയും വില കൂടിയ വാച്ച് കണ്ടപ്പോൾ സംശയം തോന്നി. തെറ്റിയില്ല. അപ്പോൾ ഇവനാണോ? അങ്ങനെ പറയാറായിട്ടില്ല. തെളിവുകൾ കുറച്ചുകൂടി ശേഖരിക്കാനുണ്ട്. ഡീറ്റെയിൽസ് വഴിയെ അറിയിക്കാം. സാർ ഇതാണ് ആ പിയാനോ പ്ലെയർ. You must be Ray. ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രഭ. ഡാഡി റേയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ചുള്ള ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. മരിക്കുന്നതിൻ്റെ അന്ന് റേ ഡാഡിയെ കണ്ടതല്ലേ? ആ അന്ന് ഡാഡി ഹാപ്പി ആയിരുന്നോ?
ഉദയ് സാറ് സംസാരിക്കുന്നതിനേക്കാൾ ചിരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. റേയുടെ മൊഴിന്ന് വായിച്ച ബഹുമാനപ്പെട്ട സാർ അറിയുന്നതിന് ഒക്ടോബർ 27 ഞായറാഴ്ച ഉദയകുമാറിന്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് പിയാനോ വായിക്കാൻ കൃത്യം 12 മണിക്ക് തന്നെ ഞാൻ അദ്ദേഹത്തെ ഫ്ലാറ്റിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉദയകുമാർ വരികയും എന്തോ അത്യാവശ്യമുള്ളതിനാൽ ഞാൻ എന്നെ ചെയ്യപ്പെടുന്നു. പച്ചക്കള്ളായി പറയുന്നത്. ഈ ഇരിക്കുന്ന ടിക്ടോക്ക് നടി ഈ ജിമ്മിനും കൂടെ ചേർന്ന് ആ മനുഷ്യനെ കൊന്നത്. എന്നിട്ട് വെട്ടിനുറുക്കി പീസാക്കി പെട്ടിയിലാക്കുകയും ചെയ്തു. പോരാത്തതിന് വെളിലൊളിച്ച് കൈ കിടന്ന് മോതിരം വരെ ഊരിയെടുത്തു. എന്നിട്ട് KPSCയിൽ നിന്ന് നാടകം കളിക്കാൻ രണ്ടും കൂടി ഇവിടെ ഇരുന്ന് ഇവരുടെയൊക്കെ വിചാരം എന്റെ കണ്ണിന്റെ ബൾബ് അടിച്ച് പോയെന്ന്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ടു, ഞാൻ എല്ലാം കണ്ടു. കള്ളം പറയുന്നത് നീയാണോ ചാര? ആ തോക്ക്, ഈ തോക്ക് വന്ന് ഞാൻ കണ്ടതാ. ഈ തോക്ക് വെച്ചാണ് നീ ആ പാവത്തിനെ വെടിവെച്ച് കൊന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ സിമി മാഡത്തിന്റെ ഒരു കോൾ വന്നു. അതിനുശേഷം ഉദയകുമാർ വരാൻ വൈകുമെന്നും അതുകൊണ്ട് എന്നോട് പൊയ്ക്കൊള്ളാനും മാഡം പറഞ്ഞു. ഒപ്പിട്. TV-യിൽ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായത് ഒരു മരവിപ്പാണ്. മലയാള സിനിമയ്ക്ക് ഉദയകുമാർ എന്ന വലിയ നടനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു സുഹൃത്തിനെയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സുഹൃത്താണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ഈ വേളയിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതേ ഹാളിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അന്ന് ഉദയ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഉദയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു സർപ്രൈസ് തരാൻ. റേയോട് എനിക്കൊരു സർപ്രൈസ് തരാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അന്ന് ഉദയം വന്നിട്ട് എനിക്ക് 2 മിനിറ്റേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അന്ന് പോകുമ്പോൾ പറഞ്ഞത് പോയിട്ട് വേഗം വരാം. ഉദയ് വീണ്ടും എൻ്റെ മുന്നിൽ വന്ന് ഒരു സർപ്രൈസ് തരുമെന്ന പ്രതീക്ഷയിൽ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം. മോളെ, ആൻറ്റി ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോൾ എന്നെ വന്ന് കാണണം. നല്ല അനുഭവം. സർ, സിമി ഇപ്പൊ പറഞ്ഞത് മൊത്തം നുണയാണ്. നുണയോ? നിങ്ങളാരെ? ഞാൻ ഐറിൻ റിക്കോട്ട, ഉദയകുമാറിന്റെ നൈബറാണ്. സെയിന്റ് ജോൺസിൽ ടീച്ചറായിരുന്നു. എൻ്റെ ഹസ്സും ഉദയകുമാറും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. നൗ അവർ രണ്ടുപേരും ചിയേഴ്സ് പറയുന്നുണ്ടാവും. നല്ല കാര്യം. സിമി പറഞ്ഞ നുണയെന്ന് പറയാൻ കാര്യം? ഉദയകുമാർ തിരിച്ചു പോയില്ല. ഞാൻ എല്ലാം കണ്ടതാ. ആദ്യം ഒരാൾ വന്നു, രണ്ടാമത് ഉദയകുമാർ വന്നപ്പോൾ ഒന്നാമത്തെ ആള് അകത്തുണ്ടായിരുന്നു. മൂന്നാമതാണ് ഈ പിയാനോ വായിക്കുന്ന ചെക്കൻ വന്നത്. ആ, അങ്ങനെയല്ല. ആ കണ്ണ് കാണാൻ വയ്യാത്ത ചെക്കൻ വന്നതിന് ശേഷമാണ് ഉദയകുമാർ സാർ വന്നത്. നോ, ഐ എം ഷുവർ. മൂന്നാമതൊരാൾ അവിടെ വന്നിരുന്നു. അയാൾ തന്നെയാണ് ഒന്നാമത് അവിടെ എത്തിയത്. ഈ കളവി എന്നെ കണക്ക് പിടിച്ചിട്ട് എടുത്തുള്ളൂ. ആരായി മൂന്നാമതൊരാൾ വന്നത്? അത് ബോഡി ബിൽഡർ പോലൊരാൾ. ഭീമൻ രഘു പോലിരിക്കും. ഭീമൻ രഘു? ഒന്നുകൂടെ കണ്ടാൽ എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റും. സിമിയോടൊന്ന് ചോദിച്ചു നോക്കൂ, അവിടെ നിപ്പുണ്ട്. ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കൂ. എക്സ്ക്യൂസ് മീ മാഡം, അതെ,
അന്ന് ഉദയകുമാർ സാറ് മരിച്ചതിൻ്റെ അന്ന് ഭീമൻ രഘു വന്നിരുന്നോ? ഭീമൻ രഘു? ഐ മീൻ ഭീമൻ രഘുവിനെ പോലെ ഒരാള്, മൂന്നൊരാൾ വന്നിരുന്നാണല്ലോ നിങ്ങൾ അയൽവാസി ഐറൻ ഡിക്കോട്ട പറയുന്നത്. അത് സർ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ബോയെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആദ്യം അവനാ വന്നത്, അതിനുശേഷമാണ് റീ വന്നത്, പിന്നീടാണ് ഉദയ് വന്നത്. ഓക്കെ ഓക്കെ മാഡം, എല്ലാം ക്ലിയർ ആയി. ഓക്കെ. സാർ, ആ ഉദയകുമാറിന്റെ കേസ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് വ്യാജ കോൾസ് ആണ് വരുന്നത്. ഇപ്പോഴും ഒന്ന് തോന്നുന്നു അവൻ പറഞ്ഞ സാറാണ് അയാൾ അടിച്ചൊന്ന് പെട്ടിയിലാക്കി. എന്താ വെള്ളം കുടിക്ക. അച്ഛൻ ഇന്നലെ പണിക്കരെ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. ദിനേശ് ചേട്ടന് ചുറ്റും അസൂയക്കാരും ശത്രുക്കളുമാണ്. ഇത്ര വലിയ കേസല്ലേ അന്വേഷിക്കണേ, പിന്നെ ഡിപ്പാർട്ട്മെന്റിലും ആർക്കും അത്ര പിടിക്കുന്നില്ല. അല്ല, പത്രത്തിൽ കണ്ടല്ലോ ആ നടന്റെ ഡ്രൈവറെ പിടിച്ചു. പിടിച്ചിരുന്നു, പക്ഷെ ആ 1 കോടി രൂപയുടെ ഒന്നും അവൻ പറയണ്ടേ. സാറാനെ കൊണ്ട് പറയിപ്പിക്കും അല്ലേ സാറേ? പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ സിമി ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യണം. അവളെ കണ്ടാലറിയാം അവൾ ചില്ലറക്കാരിയല്ലെന്ന്. അല്ല, ഒന്ന് പറയാം, ഇത്രയും പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ, അതും പ്രേമിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ ഇതല്ലേ കാശൊക്കെ ഉണ്ട്, എന്നാലും ഇതൊക്കെ നടത്തി കൊടുക്കണമെങ്കിൽ ഒരു കാമുകൻ വേണ്ടേ? വേണ്ടേ ഇല്ലേ? സാറേ, നമുക്ക് അവരുടെ ഫോൺ കോൾസ് ഒന്ന് ടാപ്പ് ചെയ്താലോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മാഡം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്ത്? അവരുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നല്ലോ, എന്താ ഒരു പേര്, ഡിക്കോട്ട, ഐറിൻ ഡിക്കോട്ട. അവർ അനുശോചന യോഗിച്ച് വെച്ച് എൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അന്ന് അവിടെ 3ാമതൊരാളുണ്ടായിരുന്നു. അന്ന് ഞാൻ അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. പക്ഷെ ഇനി അയാളെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഉറപ്പിച്ച് പറയുക. എന്നാ പിന്നെ ഒരു രേഖാചിത്രം വരച്ചാ പോരെ? ദിനേശ് ചേട്ടാ, മരിച്ചിരിക്കുന്നത് ഒരു സിനിമാ നടനാ. കേസ് തെളിഞ്ഞ പ്രമോഷൻ ഉറപ്പാ. സാർ, നമുക്ക് നേരിട്ട് അവരെ സ്റ്റേഷനിൽ വരുത്തിയാലോ? അത് ശരിയാ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിലും വയസ്സായ സ്ത്രീയല്ലേ, നമുക്ക് നേരിട്ട് പോയി കാണാം. എനിക്ക് മതിയായി. എന്താ ഇത്? ഇനി 7-8 മുട്ടയും കൂടി ബാക്കിയുണ്ട്. ദിനേശ് ചേട്ടാ, ദിവസേ 20 മുട്ടയുടെ വെള്ളയെങ്കിലും കഴിക്കണം, പ്രോട്ടീനാ. അപ്പോ മഞ്ഞേന്തി? മഞ്ഞ നമ്മുടെ പട്ടിക്ക് കൊടുക്കും. കൊളസ്ട്രോൾ വരാതെ സൂക്ഷിക്കണം. ആർക്ക്? പട്ടിക്ക്.